മാറ്റം ഇല്ലാത്തത് മാറ്റത്തിനാണ് എന്ന് പറയാറുണ്ട്. ഇറാൻ യുദ്ധത്തിലും ഇങ്ങനെ മാറാത്ത ചിലതുണ്ട്. ചർച്ച, ഭീഷണി, ആക്രമണം, വെടിനിർത്തൽ. ഇതിനൊന്നും ഒരു മാറ്റവുമില്ല. മാറുന്നത് സമയവും സന്ദർഭവും മാത്രമാണ്. സ്ഥായിയായിട്ടുള്ളത് ലോകത്തിൻ്റെ ആശങ്കയാണ്. മറ്റൊന്നുകൂടിയുണ്ട് സ്ഥായിയായിട്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സ്ഥിരതയില്ലാത്ത നിലപാടുകൾ. ഇറാന് നേരെയുള്ള ആക്രമണങ്ങൾ നിർത്തിവെക്കുന്നതായി ട്രംപ് ഇടയ്ക്കിടെ പ്രഖ്യാപിക്കും, പിന്നാലെ ആക്രമിക്കും. പ്രധാനപ്പെട്ട ആക്രമണങ്ങൾ നടത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുകയും പിന്നീട് അവ റദ്ദാക്കുകയും എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ പോരാട്ടം പുനരാരംഭിക്കുകയും ചെയ്യുന്ന ട്രംപിൻ്റെ രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. ട്രംപിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭീഷണി ഇതാണ്: കരാറിലെത്താൻ ഇറാനുള്ള അവസാനത്തെ അവസരമെന്നും ഇല്ലെങ്കിൽ അതിശക്തമായ വ്യോമാക്രമണം ഉണ്ടാകുമെന്നുമാണ്. ഒന്നുകിൽ ഒരു കരാർ, അല്ലെങ്കിൽ പൂർണ്ണമായ കീഴടങ്ങൽ. ഇതാണ് ട്രംപിൻ്റെ നിലപാട്. അമേരിക്കയുമായി ചർച്ചകൾ ഇല്ല എന്നും ഒമാനുമായി മാത്രമാണ് ആശയവിനിമയമെന്നും ഇറാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. ഇറാന് ഉപരോധത്തിൽ ഇളവ് വേണമെങ്കിൽ കീഴടങ്ങൽ അല്ലെങ്കിൽ സമഗ്രമായ കരാറിൽ ഏർപ്പെടൽ. ഈ രണ്ട് വഴികളേ ഉള്ളൂ എന്നാണ് ട്രംപ് പറയുന്നത്. ഹോർമൂസ് വഴി സ്വതന്ത്ര കപ്പൽ സഞ്ചാരം നടക്കണം. ആരെങ്കിലും അതിന് ഫീസ് ചുമത്തുകയാണ് എങ്കിൽ അത് അമേരിക്കയായിരിക്കും. ഹോർമൂസ് അമേരിക്കയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് എന്നും ട്രംപ് പറയുന്നുണ്ട്. അമേരിക്കയുമായി കൂടിക്കാഴ്ച നടത്താൻ ഇറാൻ തന്നെ സമീപിച്ചുവെന്നും ചർച്ചകൾ ആരംഭിക്കുകയും തുടർ കൂടിക്കാഴ്ചകൾ നിശ്ചയിക്കുകയും ചെയ്തുവെന്നുകൂടി ട്രംപ് അവകാശപ്പെട്ടതാണ്. ഇത് തള്ളിയതോടെ ഇറാനെ ഇരട്ടത്താപ്പ് കാട്ടുന്നവർ എന്നാണ് ട്രംപ് വിശേഷിപ്പിക്കുന്നത്. പതിറ്റാണ്ടുകളായി ഇറാൻ സൃഷ്ടിച്ച പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഇറാൻ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ മാറ്റമില്ല എന്നുകൂടി ട്രംപ് ആവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞത് ട്രംപിന്റെ വെർബൽ ഡയറിയ അഥവാ വാചക കസർത്തിന്റെ ഒടുവിലത്തെ മാത്രം ഉദാഹരണം. ഇപ്പോഴത്തെ ഭീഷണി എപ്പോൾ പിൻവലിക്കും എന്നത് കാത്തിരുന്ന് കാണണം. 2 ദിവസം മുൻപാണ് ഇറാനെതിരെ ആസൂത്രണം ചെയ്തിരുന്ന പുതിയ ആക്രമണങ്ങൾ നിർത്തിവെക്കുന്നുവെന്ന് ട്രംപ് അറിയിച്ചത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള തടസ്സപ്പെട്ട ചരക്ക് നീക്കം പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള ചർച്ചകൾ വീണ്ടും നടക്കുന്നുവെന്നാണ് അതിന് കാരണമായി പറഞ്ഞത്. എന്നാൽ സൗദി അറേബ്യയുടെ ഉൾപ്പെടെ ശക്തമായ സമ്മർദ്ദമായിരുന്നു കാരണം എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. വമ്പൻ ആക്രമണങ്ങൾ നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും പിന്നീട് അവ പിൻവലിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള US പ്രസിഡന്റിന്റെ പ്രഖ്യാപന പരമ്പരയിലെ ഏറ്റവും ഒടുവിലത്തെ സംഭവമായിരുന്നു ഇത്. എണ്ണയുടെയും അവശ്യ സാധനങ്ങളുടെയും വില കുതിച്ചുയരാൻ കാരണമായ ഈ 5 മാസത്തെ സംഘർഷത്തിൻ്റെ ഒരു പ്രധാന സവിശേഷതയാണ് ഇത്തരം പെട്ടെന്നുള്ള നിലപാട് മാറ്റങ്ങൾ. മാത്രമല്ല, ഇതുവരെയുള്ള പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ ദിവസങ്ങൾക്കോ മണിക്കൂറുകൾക്കോ ഉള്ളിൽ നടന്ന പുതിയ ആക്രമണങ്ങളിലൂടെ അട്ടിമറിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 28-ന് ഇസ്രായേൽ അമേരിക്കൻ ആക്രമണങ്ങളോടെ ആരംഭിച്ച രൂക്ഷമായ പോരാട്ടം അവസാനിക്കാൻ അമേരിക്കയും ഇറാനും 2 ആഴ്ചത്തെ വെടിനിർത്തലിന് ധാരണയായി. ഒരു സമയപരിധിയും തീരുമാനിച്ചു. അത് അവസാനിക്കുന്നതിന് 2 മണിക്കൂർ മുൻപ് കീഴടങ്ങിയില്ലെങ്കിൽ ഇറാനിലെ പാലങ്ങളും വൈദ്യുത നിലയങ്ങളും ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ആക്രമണങ്ങൾ ഒരു സംസ്കാരം തന്നെ ഇല്ലാതാക്കുന്നതിന് കാരണമാകുമെന്നുകൂടി മുന്നറിയിപ്പ് നൽകി. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ അവസാനിക്കുന്നതിന് 1 ദിവസം മുൻപ് അത് അനിശ്ചിതകാലത്തേക്ക് നീട്ടുന്നതായി ട്രംപ് പ്രഖ്യാപിച്ചു. ഇറാനിയ നേതാക്കൾക്ക് കൂടുതൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ സമയം നൽകുന്നതിനായി ആക്രമണങ്ങൾ മാറ്റിവെക്കാൻ മധ്യസ്ഥർ തന്നോട് ആവശ്യപ്പെട്ടുവെന്നാണ് ട്രംപ് ആ തീരുമാനത്തെ ന്യായീകരിച്ചത്. എന്നാൽ മെയ് 8 വരെ മാത്രമേ ഈ ദുർബലമായ വെടിനിർത്തൽ നിലനിന്നുള്ളൂ. ഇറാനെതിരെ കടുത്ത ഭീഷണികൾ മുഴക്കിയ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ആസൂത്രണം ചെയ്തിരുന്ന വലിയൊരു സൈനിക ആക്രമണം തൽക്കാലം മാറ്റിവെക്കുന്നതായി ട്രംപ് അറിയിച്ചു. ഗൗരവമായ ചർച്ചകൾ നടക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു പ്രഖ്യാപനം. അവർക്കെന്തെങ്കിലും പരിഹാരം കണ്ടെത്താൻ കഴിയാൻ നല്ല സാധ്യതയുണ്ട്. അവരെ കനത്ത ബോംബാക്രമണത്തിന് വിധേയരാക്കാതെ തന്നെ അത് സാധ്യമാക്കാൻ കഴിയുമെങ്കിൽ എനിക്കതിൽ വലിയ സന്തോഷമേ ഉള്ളൂവെന്നാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് മെയ് 27-ഓടെ US ആക്രമണങ്ങൾ പുനരാരംഭിച്ചു. 2 ദിവസമായി പരസ്പരം ആക്രമണങ്ങൾ നടത്തിവരുന്നതിനിടെ ഇറാനെതിരെ ഇന്ന് രാത്രി തന്നെ അതിശക്തമായി തിരിച്ചടി നൽകുമെന്നും അവരുടെ എണ്ണവാതക വ്യവസായങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നും പറഞ്ഞ് ട്രംപ് സംഘർഷം കൂടുതൽ രൂക്ഷമാക്കുമെന്നും ഭീഷണിപ്പെടുത്തി. എന്നാൽ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ചർച്ചകളിൽ വഴിത്തിരിവുണ്ടായെന്നും അതിനാൽ ആക്രമണങ്ങൾ റദ്ദാക്കിയെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഇതിന് പിന്നാലെയാണ് അമേരിക്ക ഇറാൻ കരാർ വന്നത്. ശത്രുതാപരമായ നടപടികൾക്ക് ശാശ്വത വിരാമം കുറിക്കുന്നതിനും തന്ത്രപ്രധാനമായ കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനും വ്യവസ്ഥ ചെയ്യുന്ന പ്രാഥമിക കരാറിൽ ട്രംപ് തന്നെ ഒപ്പുവെച്ചു. ഇറാന് വേണ്ടി മസൂദ് പെസഷ്കിയാനും ഇറാന്റെ ആണവ പദ്ധതിയുടെ ഭാവി സംബന്ധിച്ച അന്തിമ കരാറിൽ എത്തുന്നതിനായുള്ള 60 ദിവസത്തെ ചർച്ചാ കാലാവധിക്കും കരാർ തുടക്കമിട്ടു.
അതേസമയം ഈ കരാറിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യതയും ട്രംപ് തുറന്നിട്ടു. ഇതൊരു ധാരണാപത്രം മാത്രമാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ അവരെ വെടിവെക്കുന്നതിലേക്കും ബോംബുകൾ വർഷിക്കുന്നതിലേക്കും തിരിച്ചു പോകും എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകളെ ഇറാൻ ആക്രമിച്ചതിനെ തുടർന്ന് അമേരിക്ക ഇറാനെതിരെ പുതിയ ആക്രമണങ്ങൾ നടത്തി. നാറ്റോ നേതാക്കളുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ തുർക്കിയിൽ എത്തിയപ്പോഴായിരുന്നു ആ പ്രഖ്യാപനം. വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി കരുതാമെന്ന് വ്യക്തമാക്കിയ ട്രംപ് ഇറാനെ തീർത്തുകളയുമെന്ന ഭീഷണി ആവർത്തിക്കുകയും ചെയ്തു. ചർച്ചകൾക്ക് ഒരു അവസരം കൂടി നൽകുന്നതിനായി ഇറാനെതിരെ ദിവസം നടത്തിവന്ന തീവ്രമായ ആക്രമണങ്ങൾ 2 ആഴ്ചത്തേക്ക് നിർത്തിവെച്ചുവെന്ന് പറയുന്ന ട്രംപിനെയാണ് പിന്നീട് കണ്ടത്. 13 ദിവസത്തെ ആക്രമണങ്ങളിൽ ഇറാനിലെ പ്രധാനപ്പെട്ട സൈനിക വാണിജ്യ കേന്ദ്രങ്ങളെ അമേരിക്കൻ സൈന്യം ലക്ഷ്യമിട്ടിരുന്നു. ഇതിന് മറുപടിയായി അമേരിക്കൻ സൈനികർ നിലയുറപ്പിച്ചിട്ടുള്ള മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചു. ഇറാനെതിരെ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് പറഞ്ഞതിന് പിന്നാലെ ആസൂത്രണം ചെയ്തിരുന്ന ആക്രമണങ്ങൾ റദ്ദാക്കിയതായി ട്രംപ് സോഷ്യൽ മീഡിയയിൽ അറിയിച്ചു. കടലിടുക്ക് വീണ്ടും തുറക്കുന്നതുൾപ്പെടെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു കരാറിന്റെ അടിസ്ഥാന വ്യവസ്ഥകളിൽ മധ്യേഷ്യയിലെ കക്ഷികൾ ധാരണയിൽ എത്തിയെന്ന് ട്രംപ് അവകാശപ്പെട്ടു. ഈ അഭ്യർത്ഥന മാനിച്ചും ലോകത്തിന്റെ ഭാവി നന്മയ്ക്കും ഒപ്പം വിജയകരവും സമൃദ്ധവുമായ ഒരു ഇറാൻ നിലനിർത്തുന്നതിനും വേണ്ടി വേഗത്തിൽ ഒരു കരാറിലെത്താൻ സാധിക്കുമെന്ന വ്യവസ്ഥയിൽ ആക്രമണം റദ്ദാക്കാൻ ഞാൻ തീരുമാനിച്ചുവെന്ന് ട്രംപ് പറഞ്ഞു. ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് ഇറാൻ പ്രതിരോധ മന്ത്രി പറഞ്ഞത് ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ രാജ്യം അത്ഭുതപ്പെടുകയോ നിഷ്ക്രിയമായിരിക്കുകയോ ചെയ്തിട്ടില്ല എന്നും ഭീഷണികൾ നേരിടാൻ ഇറാൻ ജാഗ്രതയോടെ തുടരുകയാണ് എന്നുമാണ്. യുദ്ധം ഇത്രയും കലുഷിതമായപ്പോൾ യുദ്ധാരംഭത്തിൽ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിച്ച ഇസ്രായേൽ കാലുമാറി എന്ന് പറയാം. സഹായത്തിന് വിളിച്ചുകയറ്റി ഇത് അമേരിക്കയുടെ യുദ്ധമാക്കി മാറ്റി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേലിന്റെ അജണ്ട ഇറാൻ എന്ന രാജ്യത്തെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കുക എന്നതാണ്. ഒന്ന് നിന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞ് ട്രംപിനെ കളിയുടെ ഭാഗമാക്കി. ഞാൻ വേറെ കളിച്ചോളാം എന്ന് പറഞ്ഞ് മറ്റൊരു കളിക്കളത്തിലേക്ക് മാറിപ്പോയ നെതന്യാഹു ട്രംപ് പറഞ്ഞാൽ കേൾക്കാതെയായി. ഇതെല്ലാം ട്രംപിന്റെ സമനില തെറ്റിച്ചു എന്നാണ് ചില അന്താരാഷ്ട്ര നിരീക്ഷകർ പറയുന്നത്. ഇറക്കാനും വയ്യ തുപ്പാനും വയ്യ എന്ന അവസ്ഥയിൽ ട്രംപിന്റെ തൊണ്ടയിൽ കുടുങ്ങിയിരിക്കുകയാണ് ഇറാൻ യുദ്ധം. ഇങ്ങനെ മാറ്റിയും മറിച്ചും പറഞ്ഞ് യുദ്ധത്തെ വല്ലാത്ത ഒരു വഴിയിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ്. ഡൊണാൾഡ് ട്രംപ് ഭരിക്കുന്ന അമേരിക്കയിൽ ഉപദേശകരുടെ ജോലി പ്രസിഡന്റിന് ആഗ്രഹമുള്ളത് മാത്രം പറയുക എന്നതായി. ഇത്രയും സാങ്കേതിക മികവുള്ള രാജ്യത്ത് അതൊക്കെ കൈകാര്യം ചെയ്യുന്ന ബുദ്ധിമാന്മാരിൽ നിന്ന് ഇറാൻ യുദ്ധം പോലുള്ള സംഘർഷത്തിൽ ബുദ്ധിശൂന്യമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ വയ്യ. കഴിഞ്ഞ തവണത്തെ ജോ ബൈഡൻ ഭരണകൂടമോ അതിനു മുൻപുള്ള സർക്കാരുകളോ യുദ്ധം ഒഴിവാക്കാനാണ് നോക്കിയത്. ഇവിടെ ട്രംപ് പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്തിയ ശേഷം അവരുമായി യുദ്ധത്തിന് പോകുന്നു. ആ യുദ്ധം അവസാനിപ്പിച്ചിട്ട് അതിൻ്റെ പേരിൽ നൊബേൽ പുരസ്കാരം അടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ആത്മപ്രശംസ ശീലമാക്കിയ ഡൊണാൾഡ് ട്രംപിന് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാനുള്ള വെമ്പൽ കൂടുതലാണ്. തോറ്റമ്പി നിന്നാലും താനാണ് ജയിച്ചത് എന്ന് വരുത്തി തീർക്കും. കൊടുത്തു ഞാൻ, അവൻ എനിക്ക് 2 എണ്ണം എന്ന പോലെയാണ് ട്രംപിൻ്റെ വാക്കുകളും പ്രവൃത്തികളും. അതുകൊണ്ടുതന്നെ ഇറാൻ യുദ്ധം ഉടൻ അവസാനിക്കാനുള്ള സാധ്യത കാണുന്നുമില്ല.